സാം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അന്നേരം അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അവൻ്റെ ഭാര്യ ഒരു വെയിട്രസിൻ്റെ ജോലി ചെയ്യുന്നത് കണ്ടു. അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കവേ അവൻ്റെ സുഹൃത്ത് മാറ്റി നിർത്തുകയും അവളെ ലോക്ക് സെർവ് ചെയ്യാൻ പറയുകയും ചെയ്തു. തൻ്റെ ഭാര്യ മറ്റുള്ളവർക്കായി ടേബിൾ തുടച്ചു കൊടുക്കുന്നത് അയാൾ നോക്കി നിന്നു. അവളുടെ കൈകളിൽ മുറിവ് പറ്റിയത് അവൻ കാണുകയും ഉണ്ടായി. ശരിക്കും താനാണ് അവളോട് തെറ്റ് ചെയ്തതെന്ന് സാമിന് മനസ്സിലായി. അവളുടെ പണത്തിന് വേണ്ടി മാത്രമാണ് സാം അവളെ വിവാഹം കഴിച്ചത്. അവൻ ഒരിക്കൽ പോലും അവളോട് സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ല. എന്നിട്ടും അവൻ്റെ ഭാര്യ അവനെ വെറുത്തിട്ടുമില്ല. അന്നേരം അവിടേക്ക് ഒരു യാചകൻ കയറി വന്നു. ഇത് കണ്ട് റെസ്റ്റോറന്റിന്റെ ഉടമ അയാളെ പിടിച്ച് പുറത്താക്കി. എന്നാൽ അവൾ ആ യാചകനെ സഹായിക്കുകയും അവളുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുകയും ബില്ലടയ്ക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് കസ്റ്റമേഴ്സിനൊന്നും ഇത് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഷോപ്പിന്റെ ഓണറെ വിളിച്ചിട്ട് ആ യാചകനെ പിടിച്ച് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു. അന്നേരം ആ സ്ത്രീ യാചകന് വേണ്ടി സംസാരിച്ചു. എന്നാൽ ഇത് കണ്ട മറ്റേ പെണ്ണ് അവളെ കളിയാക്കി. അങ്ങനെ അവർ തമ്മിൽ തർക്കിക്കുന്നതിനിടയിൽ അവളുടെ ഡ്രസ്സിലേക്ക് ഫുഡ് വീണു. ഈ അവസരം മുതലാക്കിയിട്ട് ആ പെണ്ണ് എന്റെ ഡ്രസ്സിന് $10,000 വിലയുണ്ടെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും മൈൻഡാക്കാതെ അവളെ